ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും ഒക്കെ കൂടെ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഇവരാണോ വലിയ വിരുന്നുകാര് എന്നും ചോദിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ് അമ്മമ്മ. അപ്പോഴേക്കും അതേ പറഞ്ഞ് രതീശൻ ഇവരെ അകത്തേക്ക് വിളിക്കുന്നു. ഇവരെ കണ്ടപ്പോഴേക്കും ഇവിടെ തൊഴുത്ത് കെട്ടാൻ പറ്റിയ പല സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ വലിയ കമ്പനി ഉണ്ടാക്കിയല്ലേ, അവിടെ തൊഴുത്തുണ്ടാക്കിയിട്ട് അവളെ അവിടെ കെട്ടാനൊക്കെ പറഞ്ഞ കല്യാണി ഇങ്ങനെ മോശമായി സംസാരിക്കുന്നു. അപ്പോൾ എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചു രതീശൻ. എനിക്കെന്താ വേണ്ടതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടാ, എൻ്റെ കണ്ണിന് ചതുർത്ഥി ഉള്ളവർ ഇവിടെ വരരുത്, അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് വരുത്തി കഴിഞ്ഞാൽ എനിക്ക് പലതും പറയേണ്ടി വരുമെന്ന് പ്രകാശൻ. ഇവരൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങളുടെ കണ്ണിനെ ചതുർത്ഥിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവരൊന്നും ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു രതീശൻ. പിന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ വഴക്കിടാനൊന്നും അല്ല വന്നത് എന്ന് നേരം ദീപ പറഞ്ഞു. എൻ്റെ മോള് വിശേഷം അറിയിച്ചു, അതുകൊണ്ട് അവളെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അച്ഛനും മോനും കൂടി. പെട്ടെന്നാണ് കാദംബരി ഇറങ്ങി വന്നത്. ആഹാ, എല്ലാവരും എത്തിയോ എന്നും ചോദിച്ച് ഓടി വന്നതേ കുഞ്ഞുവാവയൊക്കെ എടുത്തു. കല്യാണി കുഞ്ഞുവാവ ഇറങ്ങിയോ എന്നൊക്കെ ചോദിച്ചു കാദംബരി. അപ്പോഴേക്കും കൈ നിറച്ച സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടു അമ്മ. അപ്പോൾ വാ അമ്മേ വാ എന്നും പറഞ്ഞതേ അവരകത്തേക്ക് കയറി പോന്നു. അവരങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രകാശനിങ്ങനെ പൊല്ലുറുമ്മിക്കൊണ്ട് നിൽക്കുക. കല്യാണി അതിനേക്കാളും വലിയ ഇറുമലുമായിട്ട് ഇവനെ നോക്കുന്നത്. എന്തായാലും അച്ഛനെയും മോനെയും ദഹിപ്പിക്കാനുള്ള നോട്ടവും നോക്കി നമ്മുടെ കല്യാണി അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. കല്യാണി കയറി പോയി കഴിഞ്ഞപ്പം, ഓ നീ ഇപ്പോഴും വീടിനകത്ത് തന്നെ കുത്തിയിരിക്കുകയാണല്ലേടാ, നിനക്ക് ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ലേ എന്ന് കിരൺ വിക്രത്തിനോട് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ പപ്പ വയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാലുപാട് നോക്കി. അയ്യോ, ഇവൻ രാജകുമാരനല്ലേ, ആ രാജകുമാരന്മാരെ യുദ്ധം വരുമ്പോൾ മാത്രം പോയാൽ മതി, രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേ, അല്ലാത്ത സമയത്ത് വെറുതെ ഇരുന്ന് തിന്നാൽ മതി അല്ലേടാ എന്നൊക്കെ രതീശൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ, എടാ മതി കേട്ടോ, കുറെ നേരമായിട്ട് നീ കിടന്ന് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ മോനെ നീ ഒരുപാട് കളിയാക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, മോനോ ഇവനെയൊക്കെ മോനെന്ന് വിളിക്കാനൊക്കെ പറ്റുമോ എന്ന് രതീശൻ ചോദിച്ചു പ്രകാശനോട്. അച്ഛനമ്മമാർ പ്രായമാകുമ്പോഴേ അവർക്ക് ചെലവിന് കൊടുക്കുന്നവരാണ് യഥാർത്ഥ മക്കള്, അല്ലാത്തവരെ ആ പേരൊന്നിട്ട് വിളിക്കാനേ പറ്റത്തില്ലെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേ ഇനി ഇവിടെ നിന്നാലേ എൻ്റെ കണ്ണിന് പിടിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇറങ്ങി പോകുന്നു. പ്രകാശൻ ഇറങ്ങി പോയി കഴിഞ്ഞപ്പം അയ്യോ നിനക്ക് വേണമെങ്കിൽ നീ കൂടെ ഇറങ്ങി പോടാ, തിരിച്ച് വരാതിരുന്നാൽ മതിയെന്ന് രതീശൻ പറഞ്ഞു. ഇതൊക്കെ കേട്ട് അമ്മമ്മ ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അമ്മയുടെ നേരെ നോക്കി. എന്താ കളവി, നിങ്ങളെന്താ നോക്കുന്നതെന്ന് ചോദിച്ചു രതീശൻ. ഒന്നുമില്ലെന്നും പറഞ്ഞ് അമ്മമ്മയോടെ നിൽക്കുന്നു. അല്ല പിന്നെ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും അവൾക്ക് ശബ്ദം കിട്ടിയില്ലല്ലോ സാറേ എന്ന് അമ്മമ്മ കിരണിനോട്. അപ്പോഴേക്ക് രതീശനും കിരണും കൂടെ ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യാനാ, അങ്ങനെ ഒരു ഭാഗ്യം അവൾക്കുണ്ടായില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അതങ്ങോട്ടങ്ങ് കൊഴുപ്പിച്ചു. അപ്പോൾ ആകെ കൂടെ സന്തോഷിക്കാൻ ഇവനും ഈ കിളവിക്കൊക്കെ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളന്നേ, അതങ്ങോട്ട് കോരി കൂത്താടുക. വയസ്സ് 10-75 കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ വടിയും പിടിച്ചല്ലേ നടക്കണത്, ഇനിയെങ്കിലും ഈ സ്വഭാവമൊക്കെ ഒന്ന് മോറ്റിക്കൂടെ തള്ളേ എന്ന് നമ്മുടെ രതീശൻ. സാർ അകത്തേക്ക് വന്നേന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ, അവളൊക്കെ കിടന്ന് അഹങ്കരിച്ചോട്ടേടാ, എന്തൊക്കെ സംഭവിച്ചാലും അവൾക്ക് ശബ്ദം കിട്ടിയില്ലല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിനോട് അമ്മമ്മ പറഞ്ഞ അത്രയും സമാധാനം അവിടെ. അങ്ങനെ അവരതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവിടെ ഭക്ഷണമൊക്കെ എല്ലാവർക്കും കൊടുത്ത് നല്ല ഗംഭീര സദ്യയൊക്കെ ഒരുക്കി. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദീപയോടും ഇരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് കുഞ്ഞുവാവ കരഞ്ഞു. അയ്യോ കുഞ്ഞു കരഞ്ഞു, ഞാൻ നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ കുഞ്ഞിനെ നോക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ കല്യാണി വേഗം ടെൻഷൻ കയറി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വേഗം കല്യാണിയോട് കഴിക്കാൻ പറഞ്ഞു അവർ. അപ്പോൾ ഇങ്ങനെ സന്തോഷത്തോടെ കല്യാണിയും കിരണും കൂടെ കഴിക്കുമ്പം, എന്നാൽ പിന്നെ ആ സന്തോഷ വാർത്ത അങ്ങ് പറയല്ലേ കല്യാണി എന്ന് ചോദിച്ചു കിരൺ കല്യാണിയോട്. കാദംബരി ചേച്ചിക്ക് ജോലി തരുന്നതിൽ കിരണേട്ടനെ എതിർപ്പൊന്നുമില്ല കേട്ടോ എന്ന് കല്യാണി അന്നേരം പറഞ്ഞു. അതുകൊണ്ട് പ്രതീക്ഷേട്ടനൊപ്പം അങ്ങോട്ടേക്ക് പോരേട്ടോ എന്ന് കല്യാണിയും പറഞ്ഞു. അപ്പം നിനക്ക് സന്തോഷമായോ എന്ന് രതീശൻ ചോദിച്ചു. അപ്പോൾ ആയിന്ന് കാദംബരിയും പറഞ്ഞു. മൊത്തത്തിൽ കാതു ചേച്ചിയുടെ സമയം നല്ലതാണെന്നാ തോന്നുന്നതെന്നുള്ള കാര്യം പറയും അന്നേരം കിരണേ. എന്നു മാത്രമല്ല, ജനിക്കുന്നതിന് മുൻപ് കാതു ചേച്ചിയുടെ കുഞ്ഞ് ഭാഗ്യം കൊണ്ടാണ് വരുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി അവർക്ക് രണ്ടുപേർക്കും. അങ്ങനെ കണ്ണ് നിറഞ്ഞിങ്ങനെ നിൽക്കുക നമ്മുടെ കാദംബരി. അപ്പോൾ എന്ത് പണിയായാലും കുഴപ്പമില്ല, ചുമ്മാതെ ഇവിടെ നിന്ന് വെറുതെ ചുറ്റിത്തിരിഞ്ഞ് ഇവിടെയുള്ളവരോട് വഴക്കിടുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് കാദംബരി അന്നേരം ഇവരോട് ഇങ്ങനെ പറയാം. വെച്ച് വിളമ്പി കൊടുത്താലും നന്ദിയില്ലാത്ത ആൾക്കാർ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ, ചേച്ചി അവിടെ വന്ന് വെച്ച് വിളമ്പിയാൽ അതിനുള്ള പ്രയോജനം ചേച്ചിക്ക് കിട്ടുമെന്ന് കരുതിക്കോളാൻ നമ്മുടെ കിരൺ നേരം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവർക്കും സന്തോഷമായി. ഇനി ഒരിക്കലും പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകരുതെന്നുള്ള കാര്യം കിരൺ നേരം പറഞ്ഞു കൊടുക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും നമുക്കുണ്ടാവില്ല, മറിച്ച് നഷ്ടങ്ങൾ ധാരാളം ഉണ്ടാകുമെന്നും പറഞ്ഞു.
ദേ ആ രാഹുൽ സാറാണ് എന്നെ പല കാര്യങ്ങൾക്കും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് രതീശൻ പറഞ്ഞു. അതുകൊണ്ട് എന്താ, അയാൾക്ക് കിട്ടാനുള്ള ശിക്ഷയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് കിരൺ അന്നേരം ചോദിച്ചു. കണക്കെടുപ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അത് അവസാനിക്കുമ്പോൾ അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും മകൾക്കും പിച്ചച്ചട്ടി എടുക്കേണ്ടി വരുമെന്നുള്ള കാര്യവും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഇവർ ചിരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവളുടെ അച്ഛൻ നന്നായില്ലെങ്കിൽ അത് തന്നെയാണ് അയാളുടെയും അവസ്ഥ, ഒരിക്കലും അങ്ങനെ രക്ഷപ്പെടാനും പോകുന്നില്ല എന്നും പറഞ്ഞു. നേരായ മാർഗത്തിൽ പോയാലേ വിജയം ഉണ്ടാകുമെന്ന് നിങ്ങളെ കണ്ടു തന്നെ പഠിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ രതീശൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രകാശൻ ഇറങ്ങിപ്പോയി. അകത്ത് ഇവരുടെ ആ ഒരു സദ്യവട്ടങ്ങളും സംസാരങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കണ്ട് അന്തം വിട്ട് ശ്വാസം മുട്ടി വിക്രവും അമ്മയും കൂടെ അവിടെ ഇരുന്ന് തേരാപ്പാറ ഇങ്ങനെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ബഗിളി പിടിച്ച്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കും നമ്മുടെ CS-നെയാണ്. അപ്പോൾ CS അങ്ങനെ ഇരിക്കുന്നു. CS വന്ന് തൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ദേ അതിനകത്ത് വീണ്ടും മെസ്സേജും കാര്യങ്ങളൊക്കെ. അന്നേരത്തേക്കും ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു നമ്മുടെ CS. അപ്പോഴാണ് നമ്മുടെ കാര്യസ്ഥൻ ചേട്ടൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എന്താണെന്നും ചോദിച്ച്. അപ്പോൾ ദേടോ ഇത് ഭയങ്കര ശല്യമായി മാറിയിരിക്കുകയാണെന്നും പറഞ്ഞ് കാര്യം പറഞ്ഞു. ഞാൻ ആഹാരം കഴിച്ചോന്നും ചോദിച്ച് വീണ്ടും വീണ്ടും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ സാറിനെ ശരിക്കും അറിയാവുന്ന ആരാണല്ലോ ഈ മെസ്സേജൊക്കെ അയക്കുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം. ഇഷ്ടം പോലെ സ്വത്തും പണവും ഒക്കെ സാറിനുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് ഇനി അടിച്ചു മാറ്റാനാണോ, പിന്നെ ഭാര്യയായിട്ട് അകന്ന് നിൽക്കുകയാണെന്നൊക്കെ അറിയാവുന്നവർ തന്നെ ആയിരിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് ഇടിച്ചു കയറാൻ മറ്റോ ശ്രമിക്കുന്നതാണോ സാറേ എന്നൊക്കെ ചോദിച്ചു അദ്ദേഹം. അങ്ങനെ ഒരുത്തെ ഈ വീട്ടിൽ കയറ്റാനായിരുന്നെങ്കിലേ എനിക്കതിന് എന്നേ കഴിയുമായിരുന്നു എന്ന് ചോദിച്ചു നമ്മുടെ CS. ഒരിക്കലും എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഒന്നിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് എനിക്കതാകാമായിരുന്നില്ലേ, ഞാനത് ചെയ്തില്ലല്ലോ. ഇപ്പോൾ എൻ്റെ മക്കളോട് ഉണ്ടല്ലോ, എൻ്റെ മക്കൾ എൻ്റെ അരികിലെത്തി കഴിഞ്ഞു, വൈകാതെ എൻ്റെ ഭാര്യയും എൻ്റെ അരികിലെത്തും. അങ്ങനെയുള്ളപ്പോൾ വേറൊരുത്തെ തേടിപ്പോകേണ്ട കാര്യം എനിക്കില്ലടോ. അപ്പോൾ ഇതാരാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്പർ നിലവിലില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മൊബൈലിനെ പറ്റിയൊക്കെ നല്ല അറിവുള്ള ഒരാളുടെ പണി തന്നെയാണ് ഇതെന്നുള്ള കാര്യം നമ്മുടെ CS അദ്ദേഹത്തിനോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും അദ്ദേഹം. ആദ്യം ഉണ്ടല്ലോ ഇങ്ങനെ മെസ്സേജുകൾ അയക്കും, പിന്നീട് ആൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പലരെയും പാട്ടിലാക്കുന്നതേ ഈ രീതിയിലൊക്കെ തന്നെയാണെന്നും, അതുകൊണ്ട് പിന്നെ ഇപ്പോൾ അതിന് മനോഹരമായൊരു പേരുമുണ്ട്, ഹണി ട്രാപ്പ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നൊന്നും അറിയത്തില്ലെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ആ ഒരു സൂചനകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതേ നമ്മുടെ കിരൺ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് വന്നു. അതുപോലെ രതീശനും കൂടി ഇവർ സംസാരിച്ച് വന്നപ്പോൾ ഈ അമ്മയും കൊച്ചുമോനും കൂടെ അവിടെ ഇരിക്കുന്നു. ഇവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് നാണമില്ലേടാ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വീടിനകത്ത് തന്നെ കയറി ചടഞ്ഞുകൂടിയിരിക്കാനെന്ന് കിരൺ വിക്രത്തിനോട് ചോദിക്കുക. ഇങ്ങനെ ഭക്ഷണം കഴിച്ച് വീടുകളിൽ കയറി ഇരിക്കുമ്പോൾ ഓരോരുത്തരും നമ്മളെ കുത്തുവാക്കുകൾ പറഞ്ഞ് സഹി കെട്ട് പുറത്ത് ചാടിക്കുന്നത് അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേന്ന് ചോദിച്ചു. പിന്നെ അപ്പോഴാണ് നമ്മൾ ജോലിയുടെ വില അറിയുന്നതും അത് അന്വേഷിച്ച് പോകുന്നതെന്നും കിരൺ വിക്രത്തിനെ ഉപദേശിക്കുക. എന്നാലേ ഈ പ്രായത്തിലും ഇവർ വടി കുത്തിപ്പിടിച്ച് കൊണ്ടുപോയി ജോലി ചെയ്ത് കൊണ്ടു തന്നാലും നിന്നെ ജോലിക്ക് വിടരുത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ളവരാ ഇവരൊക്കെ. അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാറേ എന്ന് അമ്മമ്മ അന്നേരം പറഞ്ഞു. എന്നൊന്നും എന്നോട് പറയണ്ട, നിങ്ങൾ തന്നെയാ ഇവനെ ഇങ്ങനെ വഷളാക്കി കളഞ്ഞതെന്ന് പറഞ്ഞപ്പം ഞാൻ ഏതായാലും കിരണേട്ടൻ്റെ കമ്പനിയിലേക്ക് ജോലി അന്വേഷിച്ച് വരാൻ പോണില്ല എന്ന് പറഞ്ഞു വിക്രം. ഇനി അവിടേക്ക് വന്നാലും കാര്യമില്ലടാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതേ MD ആയ കല്യാണിയാണെന്നുള്ള കാര്യം നമ്മുടെ കിരൺ അങ്ങ് പറഞ്ഞു. ഇവരന്നേരം അന്തിച്ചിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഇവർ പോകാനായിട്ട് ഇറങ്ങി വന്നു, ദീപയും കുഞ്ഞും ഒക്കെ. മോളെ ശരീരമൊക്കെ നോക്കണം കേട്ടോ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ ഉപദേശിക്കുകയാണ് കാദംബരിയെ. ഈ സമയത്ത് നമ്മുടെ കല്യാണിയും ഇറങ്ങി വന്നു. ഒന്നും മിണ്ടാത്ത കല്യാണി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുറച്ച് പൈസ എടുത്ത് കല്യാണി അമ്മമ്മയുടെ നേരെ നീട്ടി. അപ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മമ്മ ഇങ്ങനെ കാണിച്ചിട്ട് എനിക്ക് വേണ്ട, എൻ്റെ മോനെന്നെ വഴക്ക് പറയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മമ്മ പറഞ്ഞപ്പോൾ നീ എന്തിനാ കല്യാണി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കിരൺ കല്യാണിയോട്. അമ്മയ്ക്ക് കുഴമ്പൊക്കെ വാങ്ങിക്കേണ്ടേ, അതുകൊണ്ട് പൈസ വാങ്ങിച്ചോളാൻ പറഞ്ഞു ദീപ. വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ നിർബന്ധിക്കുമ്പോൾ എങ്ങനെയാ വാങ്ങാതിരിക്കുന്നത്, മരുമോളായി പോയില്ലയോ, ഇഞ്ഞി തന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ, അതായത് കല്യാണിയുടെ പിച്ചക്കാശ് മേടിച്ച് നിൽക്കുവാണ് ഇവർ. അമ്മമ്മയ്ക്ക് നാണോ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടാതിരിയടാ എന്ന് വിക്രത്തിനോട് രതീശൻ പറഞ്ഞു. അതെ, കുറച്ച് ദിവസമായിട്ട് ഇവർ നടുവേദന എന്ന് പറയുന്നുണ്ട്, ഞാനാണ് ഇവർക്ക് കുഴമ്പ് മേടിച്ചുകൊണ്ട് കൊടുത്തത്, മനസ്സിലായോ നിനക്ക്, കൂടുതൽ ചിലക്കരുതേ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ദേഷ്യപ്പെട്ടു അവനോട്. കേട്ടോ, നിന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ലല്ലോ, ചലച്ചിട്ടും കാര്യമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കണക്കൂട്ടൽ പിഴച്ചില്ല എന്ന് നമ്മുടെ കിരൺ അന്നേരം പറഞ്ഞു. പ്രകാശൻ കയറുന്ന കലിപ്പ് കയറി നിൽക്കുക. അപ്പോൾ ഇയാൾ കഴിക്കാൻ വന്നായിരിക്കും, വെല്ലം കോരിയിട്ട് കൊടുക്കാൻ പറഞ്ഞു നേരത്തേക്കും നമ്മുടെ രതീശൻ.
ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ഇയാൾ കഴിക്കുകയില്ല എന്ന് കിരൺ അന്നേരം പറഞ്ഞു. കഴിക്കുകയില്ല? നീയൊന്നും ഉണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങൾക്ക് ഇറങ്ങത്തില്ല, അതുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് പ്രകാശൻ കിരണിനോട് പറയുക. അച്ഛാ ദേ വെറുതെ വാശിയൊക്കെ കളഞ്ഞിട്ട് മാന്യമായിട്ട് പെരുമാറി. ഇപ്പോൾ അവിടെ ഒരു ഡ്രൈവറുടെ പോസ്റ്റിൽ വേക്കൻസി ഉണ്ട്. ദേ അവിടുത്തെ MDയുടെ ഡ്രൈവറുടെ പോസ്റ്റാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം എന്തോന്നാടാ നീ പറഞ്ഞത്? അല്ല നിങ്ങൾ മെക്കാനിക്ക് മാത്രമല്ല, നല്ലൊരു ഡ്രൈവറും കൂടിയല്ലേ? കല്യാണിയെ ഡ്രൈവിംഗ് പഠിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേടാ അങ്ങനെ ഒരു ഗതികേട് എനിക്ക് ഉണ്ടായി. അമേരിക്കയിൽ നിന്ന് വന്ന ഒരുത്തൻ കാരണമാണ് അത് സംഭവിച്ചതെന്നൊക്കെ കിരണിനോടും കല്യാണിയോടും പറഞ്ഞു പ്രകാശൻ. ഈ അനാവശ്യ ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് മര്യാദയ്ക്ക് ജോലിക്കൊന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു കാദംബരി. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ചെലവിൽ കഴിയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതിലും നല്ലതേ എടി ഈ പ്രകാശനം കെട്ടിത്തൂങ്ങി ചാവുന്നത് അടിയെന്നും പറഞ്ഞു പ്രകാശം കിടന്ന് ഒച്ച എടുക്കുമ്പോൾ. എന്നാൽ പിന്നെ മോൻ്റെ മുന്നിൽ ചെന്ന് കൈകെട്ടിയങ്ങ് നിൽക്കുവൻ അട്ടിയാക്കി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ കാശുണ്ടാക്കുന്ന കാലം വരുവടാ. എത്ര വലിയ MD ആയാലും എത്ര വലിയ കാശുകാരിയായാലും എൻ്റെ മോന് കിട്ടിയ ഭാഗ്യം അവൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു പ്രകാശൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്നും പറഞ്ഞിങ്ങനെ കിരൺ നിൽക്കുന്നു. ലക്ഷങ്ങൾ വാരി എറിഞ്ഞല്ലോടാ നീ, എത്രയെടുത്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി, സംസാരശേഷി കിട്ടിയോടാന്ന് ചോദിച്ചു. ഇതിപ്പോൾ നിൻ്റെ അച്ഛൻ കൊണ്ടുപോയി അമേരിക്കയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്താലും ഇവള് സംസാരിക്കാൻ പോകുന്നില്ലടാ, അതുറപ്പാടാ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാന്ന് പറഞ്ഞു ദീപ. ഒരു തെറ്റിദ്ധാരണയില്ലടി, ഇവളെ വഴി പിഴച്ച നിന്റെ വയറ്റിൽ പിറന്നവളാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും അങ്ങ് രക്തം തിളച്ചു. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇവള് സംസാരിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു. നീ ഞങ്ങളെയൊക്കെ കളഞ്ഞിട്ട് സുഖിച്ച് ജീവിക്കുന്നില്ലേ, അതിൻ്റെ കാരണം എന്താണെന്നറിയാം നിനക്ക്? എനിക്കറിയാവിടി. അതെ ഈ കിരൺ എന്ന് പറയുന്നവൻ്റെ അച്ഛൻ വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞു. അയാളുടെ കൂടെ ഈ വയസ്സാം കാലത്ത് പോയി ജീവിക്കാനല്ലേടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് അമ്മമ്മ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങളെ എല്ലാവരെയും തള്ളിക്കളഞ്ഞിട്ട് നീ അവിടെ പോയി സുഖിച്ച് ജീവിക്കല്ലേടി അയാൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ആരെയും മറന്നിട്ടില്ലെന്നും ഇവൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഞാൻ ഓടി വന്നിട്ടുണ്ട്, നിങ്ങളത് മറന്നു പോകരുതെന്നും നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞിട്ട് ഇവിടെയും വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും ദീപ പറഞ്ഞു. അപ്പോഴെല്ലാം നിങ്ങൾ എന്നെ ആട്ടിപ്പായ്ക്കായിരുന്നു. എങ്ങനെയാടി ആട്ടിപ്പായ്ക്കാതിരിക്കുന്നത്? നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേടി. നിന്റെ മനസ്സും ശരീരവും മാറാല പിടിച്ചത് അതെനിക്ക് നന്നായിട്ട് അറിയാവിടി. അതുകൊണ്ടാണ് നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയത്. ഒരു കാര്യം ചെയ്യാം, സമാധാനമായിട്ട് നാലാൾ കാണുകെ നീ ഇവൻ്റെ അച്ഛനെ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കടി എന്നൊക്കെ പറഞ്ഞപ്പം ഇതേ നമ്മുടെ കിരൺ കൈ എടുത്ത് വെക്കാൻ തുടങ്ങി പ്രകാശൻ്റെ നേരെ. അനാവശ്യം പറയരുതെന്നും പറഞ്ഞു. അപ്പോഴേക്കും പ്രകാശൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കോക്കറി കാണിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ മോനെ വേണ്ടാന്ന് ദീപ പറഞ്ഞിട്ട് നോക്കടോ നീ നോക്ക്, ഈ താലി താൻ കിട്ടിയ താലിയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ താലി എന്തോന്ന് താലി, നാട്ടുകാർ കാണിക്കാൻ വേണ്ടിയിട്ട് അലിയോടി നീ ഈ താലി കെട്ടിക്കൊണ്ട് നടക്കുന്നേ, അല്ലെങ്കിൽ തന്നെ ഒരു താലി കെട്ടിക്കഴിഞ്ഞാൽ ഭാര്യയാകുമോ എന്ന് ചോദിച്ചു പ്രകാശൻ. നീയേ എന്നെ പച്ചയ്ക്ക് കത്തിച്ച് കഴിഞ്ഞു ഇല്ലേടി, അറിയാവോ നിനക്ക്? വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നീ എന്തിനാടി ഈ വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നത്? അവൻ്റെ അച്ഛൻ്റെ കൂടെ പോയി ഒന്നിച്ച് താമസിക്കാൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കല്യാണിയുടെ രക്തം തിളയ്ക്കുക. അപ്പോൾ കല്യാണിയുടെ നേരെ ദീപയുടെ നേരെ നോക്കിയപ്പോഴത്തേക്കും മിണ്ടണ്ടെന്നുള്ളൊരു ഇതിൽ അപ്പോഴേക്കും കല്യാണി തലയാട്ടി. അന്നേരം ഈ പ്രകാശൻ അത് കണ്ടു. നീ എന്താടി കണ്ണിറുക്കി കാണിക്കുന്നതെന്ന് ചോദിച്ചു കല്യാണിയോട്. ഞാൻ നിന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഈ ജന്മം നിനക്ക് സംസാരിക്കാൻ പറ്റില്ലടി. കാരണം അറിയാവോ, വഴി പിഴച്ചവളുടെ വയറ്റിലാണ് നീ പിറന്നതെന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതിങ്ങനെ പറയണു. നീ കൂടുതലൊന്നും അഹങ്കരിക്കുകയോ മോഹിക്കുകയോ വേണ്ടടി. ഈ ജന്മത്തിൽ ഇവള് നിന്നെ അമ്മയെന്ന് വിളിക്കുക എഴുതി വെച്ചോടി നീ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ ദീപ അത് ചിരിച്ചോണ്ട് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. കല്യാണിയാണേ രക്തം തിളച്ചിങ്ങനെ നിൽക്കുന്നു. വഴി പിഴച്ചു പോയി നിന്റെ ശരീരം കത്തിച്ച് കളയാനുള്ള ദേഷ്യമാടി എനിക്ക് വരുന്നത്, കത്തിച്ച് കളയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രകാശൻ. കത്തിച്ച് കളയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിധി കൂടുതൽ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ കല്യാണി ഇങ്ങനെ രക്തം തിളച്ച് അവിടെ നിൽക്കല്ലേ. അച്ഛാ എന്നും പറഞ്ഞൊരു ഒറ്റ വിളി. പോയ പ്രകാശൻ തിരിഞ്ഞു നിന്നൊരു നോട്ടം. വിക്രമൊക്കെ ഇങ്ങനെ കണ്ണു മിഴിച്ചു. അമ്മമ്മയുടെ കണ്ണും തുറിച്ച് നിലത്തി ചാടി ഇങ്ങനെ നോക്കുക. ആരാ ഈ വിളിച്ചേ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക. 4 പാടും. പ്രകാശൻ കണ്ടില്ല. കല്യാണി അങ്ങ് ചെന്നില്ലേ പ്രകാശൻ്റെ നേരെ രക്ഷസിനെ പോലെ. പ്രകാശൻ ഇങ്ങനെ അന്താളിച്ച് നോക്കി നിൽക്കുക. സംശയിക്കണ്ട, എൻ്റെ അമ്മയെ അമ്മയെന്ന് മാത്രം അല്ല, എൻ്റെ അച്ഛനെ അച്ഛാ എന്ന് വിളിക്കാനും എനിക്കിപ്പോൾ കഴിയുമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ വായും തുറന്നിങ്ങനെ നിൽക്കുക. ഈ സമയത്ത് നമ്മുടെ ദീപയുടെ മുഖത്തൊരു ജയിച്ച ചിരി വന്നു. കേട്ടില്ലേന്ന് ചോദിച്ചു കിരൺ. നിങ്ങൾ പറഞ്ഞ ഈ അമ്മയുടെ വയറ്റിൽ പിറന്ന എൻ്റെ കല്യാണി ഇപ്പോൾ നിങ്ങളെക്കാൾ നന്നായിട്ട് സംസാരിക്കുമെന്ന് നമ്മുടെ കിരൺ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. എൻ്റെ അമ്മായേച്ചാ
അന്നത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണി സംസാരിച്ച് തുടങ്ങിയതാണെന്ന് നമ്മുടെ രതീശ്വരും അങ്ങ് പറഞ്ഞു. അതെ, അത് മനഃപൂർവ്വം തന്നെ നിങ്ങൾ അറിയിക്കാതിരുന്നതാ. നിങ്ങൾ സന്തോഷിക്കട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷേ നിങ്ങളുടെ ആ സന്തോഷമേ പരിധി വിട്ടുപോയി. അതുകൊണ്ടാണ് കല്യാണി ഇപ്പം സംസാരിച്ചത്. കേട്ടല്ലോ? കല്യാണി ഇപ്പം നന്നായിട്ട് സംസാരിക്കുക വെച്ചാന്ന് കാദംബരിയും പറഞ്ഞു. ലോകത്ത് നിങ്ങൾ വേറെ ആരെ വേണമെങ്കിലും കുറ്റം പറഞ്ഞോ, എനിക്കതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ അമ്മ കൊള്ളരുതാത്ത സ്ത്രീയാണെന്ന് നിങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ അച്ഛനാണെന്ന് പോലും നോക്കില്ല എന്ന് പറഞ്ഞു. പ്രകാശൻ ഇനി മരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ മരണതുല്യമായ ഒരു തിരിച്ചടി ഏറ്റുവാങ്ങിയ പ്രകാശൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ ഗംഭീര കഥ അവസാനിച്ചിരിക്കുന്നത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എന്തായാലും കല്യാണിയുടെ പിച്ചക്കാശ് മേടിച്ച് കൈ പിടിച്ചിട്ടാണല്ലോ ഷോ കാണിച്ചത്. ചീറ്റിപ്പോയി. അപ്പം നല്ല രസമാണ് ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും മിസ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.